വഹാബികൾ എന്നത് യഥാർത്ഥത്തിൽ ഒരു ആക്ഷേപമായി ആളുകൾ പറയുന്നതാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന നവോത്ഥാന പ്രവർത്തനം, അത് ഭരണകൂടം ആൽ സൗദ് എന്നും അവിടുത്തെ പണ്ഡിതന്മാർ ആൽ ഷെയ്ഖ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഈ ആൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്ന ആശയമാണ് മുജാഹിദുകൾ പറയുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആളുകൾ ഒരു പുതിയ ആശയമാണ്, പുതിയ ഒരു ചിന്താഗതിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടുത്തെ പൗരോഹിത്യം വിളിച്ച ഒരു പേരാണ് വഹാബി എന്ന് പറയുന്നത്. സ്വീകാര്യമായ ഒരു പേരല്ല, അല്ല, നമ്മളത് അംഗീകരിക്കില്ല. കാരണം നമ്മൾ സൗദിയിലൊക്കെ ആണെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്ന, ഈ നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ ഫോളോ ചെയ്യുന്നവർ മാത്രം ശരിയെന്നും മറ്റുള്ളവരെ ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്കൊക്കെ പോയിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ മുഹമ്മദ് അബ്ദുൽ വഹാബിനെയും അദ്ദേഹം നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു പ്രചരണമാണ് ഈ അക്രമം, കൊല, അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൊന്നത്. സലഫികളുടെ ആത്മീയ ആചാര്യനും നേതാവുമായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ആരാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്? 1703 ജനിച്ച് 1791 മരണപ്പെട്ട ഇബ്ൻ അബ്ദുൽ വഹാബ് ആദ്യകാലത്ത് തൻ്റെ പിതാവിൽ നിന്നും അതുപോലെ പഠനം നടത്തിക്കൊണ്ട് ഇസ്ലാമിക വിജ്ഞാന മേഖലയിൽ കടന്നു വരികയും ശേഷം അദ്ദേഹം ഇസ്ലാമിക ലോകത്തേക്ക് ഒട്ടും പരിചയമില്ലാത്ത വിചിത്രമായ ഒരു വാദവുമായിട്ട് കടന്നു വരികയാണ്. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ഭൂരിഭാഗവും ഷിർക്കിന്റെ അനുയായികളാണെന്നും മുസ്ലിമീങ്ങളെല്ലാം ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് അകലുന്നുകൊണ്ട് ബഹുദൈവ ആരാധനയിലേക്ക് മാറിയിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം വാദിച്ചത്. അങ്ങനെ അദ്ദേഹത്തെ ഈ വാദത്തിന്റെ കാരണത്താൽ ബസറയിൽ നിന്ന് നാട് കടത്തുകയാണ്. ശേഷം അദ്ദേഹം ഹുറൈമിലായിൽ വരികയും ഇതേ ആശയത്തിന്റെ പ്രചരണം തുടങ്ങുകയും ചെയ്യാണ്. അവിടെ നിന്നും ഈ വിഷയത്തിൽ അദ്ദേഹത്തെ നാട് കടത്തിയും ശേഷം സ്വന്തം നാടായ ഉയൈനയിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കും തന്റെ ഈ ആശയ പ്രചരണത്തിന് ഒരു രാഷ്ട്രീയ അധികാരം അനിവാര്യമാണെന്ന്. അങ്ങനെ അവിടുത്തെ ഗവർണറായിരുന്ന ഉസ്മാൻ ബിൻ മുഅമ്മറിനെ സ്വാധീനിക്കുകയും ഒരു ഭീകര സേന രൂപീകരിക്കുകയും അതിന്റെ പേരിൽ ഭീകരാക്രമണങ്ങൾ തുടങ്ങുകയും ചെയ്യുകയാണ്. ആയിരക്കണക്കിന് ആളുകളെ കൊന്നെടുക്കുകയും മക്ബറകൾ പൊളിച്ചെടുക്കുകയും ചെയ്യുകയാണ്. അന്ന് അവിടെ നടന്ന സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ തന്റെ അനുയായിയായ തന്റെ മകന്റെ ശിഷ്യനു കൂടിയായ ഇബ്നു ബിഷർ അദ്ദേഹത്തിന്റെ ഉൻവാനുൽ മജീദ് ഫി താരിഖ് നജിദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അങ്ങനെ കയറി വന്ന് വീടുകളിലും നാടുകളിലുമുള്ള ആളുകളെല്ലാം കൊന്നൊടുക്കിയ സംഭവങ്ങൾ അവർ തന്നെ രേഖപ്പെടുത്തുന്നത് കാണാം. അർമേനിയയുടെ ആധികാരിക പണ്ഡിതനായ ഷെയ്ഖ് സൈനി ദഹ്ലാൻ അദ്ദേഹത്തിന്റെ ഖുലാസത്തുൽ കലാമിലും ഫിത്നത്തുൽ വഹാബി എന്ന ഗ്രന്ഥത്തിലൊക്കെ ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പള്ളികളിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന റുക്കൂഇലും സുജൂദിലുമായിരുന്ന ആളുകളെ കൊന്നൊടുക്കിയ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഹനഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു ആബിദിൻ അദ്ദേഹത്തിന്റെ റദ്ദുൽ മുഖ്താറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം സ്വാവി മാലിക്കി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഫിർഖത്തുൻ ളാല്ലത്തുൻ നസലത്ത് ബിൽ ഹിജാസ് യുഖാലു ലഹുൽ വഹാബിയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആധുനിക ഖവാരിജുകൾ എന്ന വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നത് കാണാം. ഹംബലി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു ഹുമൈദ് അദ്ദേഹത്തിന്റെ സുഹബുൽ വാബില എന്ന ഗ്രന്ഥത്തിലും ഇദ്ദേഹത്തിന്റെ ഭീകരാക്രമണങ്ങളെ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകിയ ഒരു വ്യക്തി. ഈ സമയത്ത് എനിക്ക് ഒരൊറ്റ ഹദീസാണ് ഓർമ്മ വരുന്നത്. നബി തങ്ങൾ പറയുന്നുണ്ട്, ഇന്നമാ അതഖവ്വഫു അലൈക്കും റജുലുൻ ഖറഅ